വിവരമറിഞ്ഞ് ഒട്ടേറെ ആളുകൾ വയനാട്ടിലേക്ക് തിരിക്കുന്നുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേക രീതിയുമാണ്. പക്ഷെ അനാവശ്യമായ അത്തരം സന്ദർശനങ്ങൾ ഒഴിവാക്കുന്നത് ഈ ഘട്ടത്തിൽ ഗുണം ചെയ്യും. പറഞ്ഞറിയിക്കാൻ ആവാത്ത അത്രയും തീവ്രമായ ഒരു ദുരന്തമുഖത്താണ് നാടുള്ളത്. നാടാകെ രക്ഷാപ്രവർത്തനത്തിലാണ്. ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിനാണ് പ്രാമുഖ്യം. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കേണ്ട, അതിൻ്റെ അകത്ത് പങ്കാളിത്തം വഹിക്കേണ്ട ആളുകളാണ് അവിടെ എത്തിപ്പെടേണ്ടത്. അല്ലാത്തവർ ആ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധം ദുരന്ത മേഖലയിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന പ്രവണത ഒഴിവാക്കുന്നതാണ് പൊതുവെ നന്നാവുക. അനാവശ്യമായി വാഹനങ്ങൾ, ഓരോ ആൾ പോകുമ്പോൾ ഓരോ വാഹനവും കൂടിയാണല്ലോ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി എത്തുമ്പോൾ അവിടെ വലിയ വാഹന കൂമ്പാരമായി മാറുകയാണ്, വലിയ ബ്ലോക്ക് അതിൻ്റെ ഭാഗമായി ഉണ്ടാവുകയാണ്. അത് കർശനമായും ഒഴിവാക്കൽ ഉണ്ടാവണം. രക്ഷാപ്രവർത്തകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ഇതിൻ്റെ ഭാഗമായി തടയപ്പെടുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ ആകെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ സഹകരിക്കാൻ. ആദ്യ ഉരുൾപൊട്ടൽ ഇന്ന് പുലർച്ചെ 2 മണിക്കാണെന്നാണ് പൊതുവെ പറയുന്നത്. തുടർന്ന് 4:10 വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി. മേപ്പാടിയും മുണ്ടക്കൈയും ചൂരൽമല ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഇതിൻ്റെ ഭാഗമായി ഒറ്റപ്പെട്ടു പോയി. ചൂരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചു പോകുന്ന നിലയുണ്ടായി. ഇവിടെ ഒരു സ്കൂളുണ്ട്, വെള്ളാർമല GVH സ്കൂൾ. അത് ഏറെക്കുറെ പൂർണ്ണമായും മണ്ണിനടിയിലായി പോകുന്ന അവസ്ഥയായി. അവിടെയുള്ളൊരു പുഴ, ഇരുവഴിഞ്ഞി പുഴ, അത് 2ആയി ഒഴുകുന്ന നിലയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു പുഴയുടെ സ്ഥാനത്ത് 2 പുഴയായിട്ടുണ്ട്. വീടുകൾക്കും മറ്റ് ജീവനോപാധികൾക്കുമെല്ലാം വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. മണ്ണിനടിയിൽപ്പെട്ടവർ, ഒഴുക്കിൽപ്പെട്ടവർ, അങ്ങനെയുള്ള ആളുകൾ ഇനിയും ഉണ്ടാകാം. അവരെയെല്ലാം കണ്ടെത്താനുള്ള ശ്രമം തുടരുക തന്നെ ചെയ്യും. സാധ്യമായ എല്ലാ ശക്തിയും മാർഗവും ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം തുടരുക തന്നെയാണ് ചെയ്യുക.